ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മിക്ക് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബ്രെഡ് കൊണ്ട് അധികം ഓയിലൊന്നും ചേർക്കാതെ വളരെ സിമ്പിൾ ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ചെയ്യുന്നത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ 7 ബ്രെഡാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിവിടെ മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് അധികം വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഞാൻ മുട്ടയാണ് ചേർക്കുന്നത്. 4 മുട്ടയാണ് ഞാൻ ഈ ഒരു 7 ബ്രെഡിലേക്ക് 4 മുട്ടയാണ് എടുക്കുന്നത്. കറക്റ്റ് പാകമാണ് കേട്ടോ. ആ മുട്ട നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിച്ച് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ഒരു പാൻ എടുപ്പത്ത് വെച്ച് കൊടുക്കുക, ഒരു പാത്രം. എന്നിട്ട് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വരുന്ന ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയും യൂസ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് ഒരു ചെറിയ സവാള നല്ല ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ ക്യാരറ്റ് വളരെ കുഞ്ഞായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്, അതുകൂടെ ചേർക്കാം. ഒരു 2 തണ്ട് കറിവേപ്പില കൂടെ ചേർക്കാം. കറിവേപ്പില ഇല്ലെങ്കിൽ മല്ലിയിലയും ചേർക്കാം കേട്ടോ. കറിവേപ്പിലയും മല്ലിയിലയും ഒരുമിച്ചും ചേർക്കാം. നല്ല ടേസ്റ്റാണ്. മല്ലിയില കൂടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് മല്ലിയില ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാഞ്ഞത് കേട്ടോ. ഇപ്പോൾ ഇതേപോലെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഫ്ലെയിം ലോയിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മീറ്റ് മസാലയുമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വേറെ പൊടികളൊന്നും ആവശ്യമില്ല. മീറ്റ് മസാല കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ പകരം ചിക്കൻ മസാല ചേർത്താലും മതിയാകും. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഈ അരവിലേക്ക് മാത്രമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ മുട്ട ഉപ്പിട്ടിട്ടാണ് പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. അതുപോലെ എരിവും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഞാൻ അത്യാവശ്യം എരിവുള്ള 2 പച്ചമുളകാണ് ചേർത്തത്. പിന്നെ ഇതിലേക്ക് പിന്നെ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ എരിവ് നിങ്ങൾക്ക് കുറച്ച് അധികം വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം പച്ചമുളകിൻ്റെയോ അല്ലെങ്കിൽ കുരുമുളകിൻ്റെയോ അളവ് കൂട്ടിയാൽ മതി കേട്ടോ. ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയൊന്നും യൂസ് ചെയ്യുന്നില്ല. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 4 മുട്ട ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. വളരെ ചെറിയ ആ ഒരു എന്താ പറയുക ഹോളിലിട്ടിട്ട് വേണം നമ്മളിത് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ നല്ല പൊടിയായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഞാൻ ഇവിടെ 4 മുട്ടയും ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതെല്ലാം പാടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അരവും ആ മുട്ടയും എല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ചേർത്തിട്ടുള്ളത്. അതുകൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ടൊമാറ്റോ സോസ് കയ്യിലില്ലെങ്കിൽ അതിന് പകരം വേറെ ടൊമാറ്റോ ഒന്നും ചേർത്ത് കൊടുക്കണ്ട. സോസ് കയ്യിലില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ആ സോസും കൂടി മുട്ടയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടുള്ളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുക്ക് ചെയ്യാനൊന്നുമില്ല, എല്ലാതും കുക്കായ സാധനം തന്നെയാണ്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പം ചൂടാറി വരുന്ന സമയത്ത് ചെറിയൊരു ചൂടുണ്ട്. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ബ്രെഡ് ചേർത്ത് കൊടുക്കാം. കൂടുതൽ ബ്രെഡ് വേണ്ട, ഒറ്റ ബ്രെഡ് മതി. എന്നിട്ട് ഇത് കയ്യിലെടുത്ത് ഉരുട്ടി നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നന്നായിട്ട് ഉരുട്ടി കിട്ടുന്നുണ്ടെങ്കിൽ 1 ബ്രെഡ് മതി. ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന ആ മുട്ടയുടെ ഒക്കെ ഇതിൽ എന്തെങ്കിലും ചെറിയ മാറ്റം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശമൊക്കെ നിങ്ങളിൽ അറിയാതെ പെട്ടിട്ടുണ്ടെങ്കിൽ ബ്രെഡിൻ്റെ അളവ് കൂടേണ്ടി വരും കേട്ടോ. അപ്പോൾ എനിക്ക് 1 ബ്രെഡ് മതിയായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇതിങ്ങനെ എടുത്തിട്ട് ഒന്ന് കുഴച്ചിങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പരുവാണെങ്കിൽ 1 ബ്രെഡ് മതി. അല്ലെങ്കിൽ കുറച്ച് ലൂസ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ബ്രെഡ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അത് നോക്കിയിട്ട് നിങ്ങളുടെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് അങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി ഞാനിവിടെ നമ്മളുടെ ബ്രെഡ് എടുത്തു വെച്ചിരുന്നത് അത് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഇപ്പോൾ കുറച്ചിങ്ങനെ ഹാർഡായിട്ടുള്ള ബ്രെഡൊക്കെ ആണെങ്കിൽ ഒന്ന് ആവി കയറ്റി എടുത്തു കഴിഞ്ഞാൽ ഏത് ബ്രെഡാണെങ്കിൽ, ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ബ്രെഡാണെങ്കിൽ പോലും ഒന്ന് ആവി കയറ്റുക, നന്നായിട്ടൊന്ന് ആവി കയറ്റി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടിത് പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ. നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാൻ പറ്റും. അതൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ച ബ്രെഡ് ഇതുപോലെ ഒന്ന് പരത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രെഡ് പരത്തുമ്പോൾ പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, ഒന്ന് ആവി കയറ്റി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയുള്ള 6 കൂടി ഇതേപോലെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നേരത്തെ ചെറിയൊരു ചൂടോടുകൂടിയാണ് നമ്മൾ ബ്രെഡ് ചേർത്തത്, അതുകൊണ്ടാണ് ഞാൻ കുഴക്കാതിരുന്നത്. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ ബ്രെഡിൻ്റെ ഉള്ളിലേക്കുള്ള ഫില്ലിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതാക്കാം. നിങ്ങൾക്കിത് റൗണ്ട് ഷേപ്പിൽ മതിയെങ്കിൽ ഉരുട്ടിയിട്ടെടുക്കാം. ഞാനിങ്ങനെ ഈ ഒരു ഷേപ്പിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര ഫില്ലിങ് വേണം. ഞാൻ ചെറിയ കുഞ്ഞ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ വലിയ ബ്രെഡാണെങ്കിൽ കുറച്ചുകൂടി വൃത്തി ഉണ്ടാവും കാണാനായിട്ട്, കുറച്ച് നല്ല വലിപ്പത്തിലും കാണും. അപ്പോൾ അതായത് വളരെ കുഞ്ഞ് ചെറിയ ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ സൈഡും കൂടി പോകുമ്പോൾ ഒന്നും കൂടിയും ചെറുതായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ മൈദ ഒന്ന് അത്യാവശ്യം നല്ല തിക്കായിട്ടൊന്ന് കലക്കി എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് സൈഡൊന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്നും കൂടി ഉരുട്ടി ഒന്ന് ബ്രെഡിൻ്റെ നീളത്തിലൊന്ന് ആക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക.
ഇപ്പോൾ മൈദ വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിന് വരെ ഒരു മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് സൈഡ് ഭാഗം ഒന്ന് ആക്കി കൊടുത്താൽ മതി. ഇനി രണ്ട് ഭാഗത്തും കുറച്ച് ഇങ്ങനെ ഹോള് പോലെ ഉണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് ഫില്ലിങ് ഒന്ന് പുറത്തു കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ലൈക്ക് പ്രധാനമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരുപാട് ഓയിലൊന്നും ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഞാൻ കുറച്ച് ഓയിൽ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ മതിയെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം, ബട്ടർ മതിയെങ്കിൽ ബട്ടറും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വരുന്ന ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഇത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഇരുമ്പിൻ്റെ ഒരു ചട്ടി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ആദ്യം നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നല്ലോണം ചൂട് നിൽക്കും. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ചട്ടിയുടെ ചൂടിനനുസരിച്ചിട്ട് ഫ്ലെയിമിൻ്റെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഒരുപാട് തീ ഇതിന് ആവശ്യമില്ല. ഒരുപാട് തീയാണെങ്കിൽ അങ്ങോട്ട് കരിഞ്ഞു പോകും. നമ്മൾ ഓയിലൊന്നും അധികം ചേർക്കാത്തതാണ്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി സ്നാക്കാണ്. കുട്ടികൾക്ക് ഇത് 10 മണിക്ക് സ്നാക്കൊക്കെ കഴിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ കൊടുത്തുവിടാനും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഓഫീസിലേക്ക് പോകുന്നവർക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ല അടിപൊളി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു ഭാഗം ആകുമ്പോൾ നമുക്ക് പതുക്കെ ഇതൊന്ന് ഉരുട്ടിയിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഓരോ സൈഡും നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇനി ഇത് അധികം തീയിലൊന്നും അല്ല വെച്ചിട്ടുള്ളത്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൻ്റെയും ഇടയിലാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കിത് കൈകൊണ്ട് തന്നെ ഇതൊന്ന് എടുത്ത് മറിച്ചിടാനൊക്കെ പറ്റും കേട്ടോ. ഒരുപാട് കട്ട ചൂടൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പാത്രത്തിൻ്റെ ചൂട് നിൽക്കുന്നതിനനുസരിച്ച് ഫ്ലെയിമിൽ വ്യത്യാസം വരുത്താം കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗവും ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അധികം ഓയിലൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പം ബ്രെഡും മുട്ടയും ഒക്കെ നമ്മുടെ വീട്ടിൽ കാണുന്ന സാധാരണ ചേരുവകളാണ് അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ലൈക്ക് പ്രധാനമാണെന്ന് ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങളുടെ ലൈക്ക് അത്യാവശ്യം ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ആരും ഒരു മടിയും കാണിച്ചേക്കരുത്, ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇത് മുഴുവൻ ഇവിടെ റെഡിയായി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, നല്ല സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ് കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായവും അറിയിക്കണം, ലൈക്കും ചെയ്യണം കേട്ടോ. പിന്നെ നമ്മളെ ബിസ്മി കിച്ചൺ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നതിൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.